തിരുവനന്തപുരം കഠിനംകുളത്ത് അതിക്രൂര കൊലപാതകം നടന്നിട്ട് മണിക്കൂറുകൾ പലത് പിന്നിട്ടു. യുവതിയെ കഴുത്തറുത്തു കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇൻസ്റ്റഗ്രാം സുഹൃത്തിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച ആതിരയുടെ സ്കൂട്ടർ പോലീസ് കണ്ടെത്തി. ഇയാൾ വാടകയ്ക്ക് താമസിച്ചു വന്ന വീട് തുറന്നു പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. തിരുവനന്തപുരം കഠിനംകുളം കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട ആതിരയുടെ സ്കൂട്ടർ പോലീസ് ഇന്ന് കണ്ടെത്തി. ചിറയിൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സ്കൂട്ടർ കണ്ടെത്തിയത്. കൊലയ്ക്ക് ശേഷം പ്രതി സ്കൂട്ടറിലാണ് രക്ഷപ്പെട്ടത്. പ്രതി പിന്നീട് ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടെന്നാണ് പോലീസ് നിഗമനം. ഇയാൾ പെരുമാതുറയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട് പോലീസ് കണ്ടെത്തി. നമുക്കറിയാൻ പറ്റുന്നത് ഒരു മൊബൈൽ ബന്ധത്തിലൂടെ ഒരാളുമായി പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ശല്യം ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. കുറേ ദിവസമായിട്ട് ഈ കൃത്യം നടത്തിയ ആളുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നുവെന്ന്, ലേഡിയെ ഹരാസ് ചെയ്യുന്നതിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നാണ് നമുക്കറിയാൻ പറ്റിയത്. ആതിരയെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് യുവാവ് വീട് വാടകയ്ക്കെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് പ്രതിക്കായുള്ള അന്വേഷണം വ്യാപിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 11:30യോടെയായിരുന്നു സംഭവം. ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിൽ നിന്ന് തിരികെ എത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. ആരോ ആതിരയെ കൊന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കുട്ടിയുടെ പേര് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ അടുത്തൊക്കെ നല്ല സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ഒന്നും അറിയില്ല. ആളുണ്ടാവും, ഇവിടെ കാണും ആള്, അപ്പുറത്ത് തിന്നേലും ആളുണ്ടാവും. ഇന്ന് ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് ആർക്കും ഒന്നും കാണാനും പറ്റിയിട്ടില്ല. ആതിരയുടെ സ്കൂട്ടറും സംഭവ സ്ഥലത്ത് നിന്ന് കാണാതായിരുന്നു. യുവതി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ യുവാവിനായി പോലീസ് തിരച്ചിൽ തുടങ്ങിയിരുന്നു. പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ്. ഉടൻ തന്നെ ഇയാളെ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.